മകരസംക്രമ ദിനത്തിൽ ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഞായറാഴ്ച പന്തളത്ത് നിന്നും പുറപ്പെടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ സഞ്ചരിച്ച് ചൊവ്വാഴ്ച ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ വൈകിട്ട് ദേവസ്വം പ്രതിനിധികളും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചേർന്ന് ആചാരപരമായി സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് വലിയ കോയിക്കൽ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ സഞ്ചരിച്ച് ജനുവരി 14-ന് ശബരിമല സന്നിധാനത്തെത്തിച്ചു ആരംഭിക്കുന്നത്. വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ജനുവരി 14-നാണ് അത് സന്നിധാനത്തേക്ക് എത്തിച്ചത്. 14-ന് വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്രയിൽ ദേവസ്വം പ്രതിനിധികളും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും ചേർന്ന് സ്വീകരിക്കും. 14 മുതൽ 17 വരെ 18-ാം പടി വരെയും 18-ന് ശരംകുത്തിയിലേക്കുമാണ് എഴുന്നള്ളത്ത് നടക്കുക. 18-ന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കാണ്. അതുവരെ 18-ാം പടി വരെയാണ്. 18-ന് മാത്രം മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്കാണ് ഘോഷയാത്ര നടക്കുന്നത്. ജനുവരി 12-നാണ് ശബരിമലയുടെ സാംസ്കാരിക വൈദ്യം വിളിച്ചോതുന്ന പമ്പാ സംഗമം സാംസ്കാരിക ഉത്സവമായി നമ്മൾ വൈകുന്നേരം 4 മണിക്കാണ് ജർമ്മൻ പന്തലിലാണ്